പോലീസ് മേധാവി ആയിട്ടുള്ള ADGP തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് അദ്ദേഹം സഹായിക്കുന്നു. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് എന്താ മല എലിയെ പ്രസവിച്ച പോലെ വലിയ വർത്തമാനമായിരുന്നു. ഇന്നലെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ എല്ലാ ദുർനടപ്പുകൾക്കും എല്ലാ അഴിമതികൾക്കും എല്ലാ തരത്തിലുള്ള നിയമലംഘന പ്രവൃത്തികൾക്കും കൃത്യമായിട്ടുള്ള തെളിവുകൾ ADGP അജിത് കുമാറിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത്. ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകം മാത്രമാണ്. CPMന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുക. ഇന്നലെ വലിയ വായിൽ ഗോവിന്ദ മാഷ് പറഞ്ഞു ശക്തമായ നടപടി ഉണ്ടാവും. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു മുഖം നോക്കാൻ നടപടി ഉണ്ടാവും. ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയിട്ടാണോ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്? ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി അണികളെ കബളിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ADGP അജിത് കുമാറിനെതിരായി ശശിക്കെതിരായി ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവരെ 2 മാസം സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കളിയാണ്. കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. ഇത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല.